വിസ്മയ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വയംവര സിൽക്സ്, കൊച്ചി, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. In association with രാജകുമാരി, the complete shopping center. ഇനി ഓരോ പെണ്ണും ഒരു രാജകുമാരി. നമസ്കാരം, വിസ്മയ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൈരളി ജ്വല്ലേഴ്സ്, അൺബിലീവബിൾ ചോയ്സസ്, വർക്കല, കല്ലമ്പലം, പേരൂർക്കട. ഭക്തി നിർഭരമായി അനന്തപുരി. ആറ്റുകാലമ്മയ്ക്ക് വീടുകളിൽ പൊങ്കാലയർപ്പിച്ച് ലക്ഷോപലക്ഷം ഭക്തർ. പൊങ്കാല വീടുകളിൽ മാത്രമായി ഒതുങ്ങുന്നത് ഇത് രണ്ടാം വർഷം. ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ധനുവച്ചപുരത്ത് വീണ്ടും വീടുകയറി ആക്രമണം. സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയോടെ. ധനുവച്ചപുരം പ്രദേശങ്ങളിൽ വീടുകയറിയുള്ള ആക്രമണം തുടർക്കഥയാകുന്നു. പൊതുജനരോക്ഷം ശക്തം. നഗരൂർ പോലീസ് സ്റ്റേഷനിൽ നാടകീയ സംഭവങ്ങൾ. വീടുകയറി യുവാക്കൾ ആക്രമിച്ചു എന്ന പരാതിയുമായി എത്തിയ അഖിൽ എന്ന ചെറുപ്പക്കാരനെതിരെ നാട്ടുകാരുടെ മാസ് പെറ്റീഷൻ. പരാതിക്കാരനെ തേടി നഗരൂർ പോലീസ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ നിന്നും മോഷണം. പ്രതി പോലീസ് പിടിയിൽ. മോഷണം പോയത് 1 ലക്ഷം രൂപയും മൊബൈൽ ഫോണും. വിശദമായ വാർത്തകളിലേക്ക്. ഭക്തിസാന്ദ്രമായി ആറ്റുകാൽ പൊങ്കാലയർപ്പിച്ച് ലക്ഷോപലക്ഷം ഭക്തർ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി വീടുകളിലും പരിസര പ്രദേശങ്ങളിലും മാത്രമായാണ് പൊങ്കാല നടന്നത്. രാവിലെ 10:20 ആറ്റുകാൽ ക്ഷേത്രത്തിൽ ശുദ്ധിപുണ്യാഹത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഭക്തിസാന്ദ്രമായി ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ച് ലക്ഷോപലക്ഷം ഭക്തർ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഇക്കുറിയും വീടുകളിലും പരിസര പ്രദേശങ്ങളിലുമാണ് പൊങ്കാല നടന്നത്. രാവിലെ 10:20 ആറ്റുകാൽ ക്ഷേത്രത്തിൽ ശുദ്ധിപുണ്യാഹത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. നേരത്തെ 200 പേർക്കും പിന്നീട് 1500 പേർക്കും ക്ഷേത്ര പരിസരത്ത് പൊങ്കാലയിടുവാൻ സർക്കാർ അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇളവ് വേണ്ടെന്ന് ട്രസ്റ്റ് തീരുമാനിക്കുകയായിരുന്നു. ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അർപ്പിക്കുന്നവരെ തിരഞ്ഞെടുക്കുവാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് ട്രസ്റ്റ് വ്യക്തമാക്കിയിരുന്നു. രാവിലെ 10:50 പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ ഓരോ വീടുകളും ക്ഷേത്രമുറ്റങ്ങളും ആറ്റുകാലമ്മയുടെ സന്നിധിയായി മാറി. ഉച്ചയ്ക്ക് 1:20 പൊങ്കാല നിവേദ്യം നടന്നു. പൊങ്കാലയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഈ ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ആയിരക്കണക്കിന് ഭക്തർ കഴിഞ്ഞ ദിവസം ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇത് രണ്ടാം വർഷമാണ് പൊങ്കാല വീടുകളിൽ മാത്രമായി ഒതുങ്ങുന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.
ധനുവച്ചപുരത്ത് വീണ്ടും ഗുണ്ട ആക്രമണം. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ധനുവച്ചപുരം പ്രദേശങ്ങളിൽ വീട് കയറിയുള്ള ആക്രമണം തുടർക്കഥയാവുകയാണ്. ധനുവച്ചപുരത്ത് വീണ്ടും ഗുണ്ട ആക്രമണം. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. ധനുവച്ചപുരം SBI ബാങ്കിന് സമീപം താമസിക്കുന്ന സുദിൻ എന്ന ആളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു സംഘം ആളുകൾ കെട്ടിയടയ്ക്കുകയും ആ വിവരം പോലീസിനെ അറിയിക്കുകയും പാറശാല പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചിട്ട് പോയതിന് പിന്നാലെ 10ഓളം വരുന്ന ഗുണ്ടകൾ തിരികെ എത്തി സുദിൻ എന്ന ആളുടെ വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർക്കുകയും ചെയ്തു. കുറെ ദിവസങ്ങളായി ധനുവച്ചപുരം പ്രദേശങ്ങളിൽ വീടാക്രമണം തുടർക്കഥയാവുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് പാറശാല പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ വീട് ഉൾപ്പെടെ അടിച്ചു തകർത്ത സംഭവത്തിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിൻകര. നഗരൂർ പോലീസ് സ്റ്റേഷനിൽ നാടകീയ സംഭവങ്ങൾ. വീട് കയറി യുവാക്കൾ ആക്രമിച്ചു എന്ന പരാതിയുമായി എത്തിയ അഖിൽ എന്ന ചെറുപ്പക്കാരനെതിരെ നാട്ടുകാർ മാസ് പെറ്റീഷൻ നൽകിയതോടെ അഖിലിനെ പിടികൂടാനായി പോലീസ് എത്തി. ഏതായാലും പരാതിക്കാരനെ തപ്പി നടക്കുകയാണ് ഇപ്പോൾ നഗരൂർ പോലീസ്. മറിച്ച് ഞാനാണ് ഇതുപോലൊരു തെറ്റ് ചെയ്ത. എത്ര മണിക്കൂറിനാ വെച്ച് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു? പല പെണ്ണുങ്ങളെയും ചതിച്ചിട്ടുണ്ട്. ആ ചതുവിനടി കൊണ്ടത് അത്രയും ഞാൻ ഒരു പ്രസവിച്ച് വളർത്തിയ തള്ളേനെ പല്ല് കൊണ്ട് 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 ക്ഷേമമായിട്ട് അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ. ഇതേപോലെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കുട്ടിയെ നമ്മളെ ഈ ഏരിയയിലില്ല. നമസ്കാരം. ഇന്നലെ വിസ്മയ ന്യൂസ് ഒരു വാർത്ത ചെയ്തിരുന്നു. മറ്റൊന്നുമല്ല, ഇന്നലെ ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. നഗരൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്നാണ് ആ ഫോൺ കോൾ എത്തിയത്. അഖിൽ എന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പൊടി കൊച്ചുങ്ങളും ആ ഒരു സ്റ്റേഷന് മുമ്പിൽ നിന്നാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങൾ എത്തിയപ്പോൾ തലേദിവസം അഖിലിൻ്റെ വീട്ടിലേക്ക് 2-3 ചെറുപ്പക്കാർ അതിക്രമിച്ച് കയറുകയും അഖിലിനെ മർദ്ദിച്ചു, വെട്ടി എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. രാവിലെ മുതൽ നീതി ലഭിക്കുന്നില്ല, ഉച്ചവരെ ഭക്ഷണം കഴിക്കാതെ സ്റ്റേഷനിൽ തുടരുകയാണെന്നൊക്കെയാണ് അഖിൽ പറഞ്ഞത്. തുടർന്ന് അഖിലിൻ്റെ വാദങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ വാർത്ത ചെയ്തു. എന്നാൽ അതിനുശേഷം അഖിലിൻ്റെ വീട്ടിലും പരിസരത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വളരെ വിഭിന്നമായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അഖിലിൻ്റെ അടുത്തുള്ള നാട്ടുകാർ ഇന്നലെ ഒരു മാസ് പെറ്റീഷനൊക്കെ സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ ഞങ്ങളെ വിളിച്ചു വരുത്തി. അവരിപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. എന്താണ് ചേട്ടാ ശരിക്കും ഇവിടെ സംഭവിച്ച കാര്യം? രാത്രികാലങ്ങളിൽ ഇവിടെ ഒരു 8:30, 9, 10 മണിക്ക് ശേഷമാണ് ബൈക്കിൽ പല പല സ്ഥലങ്ങളിൽ ആൾക്കാരോട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ പല വീടിൽ നിന്നും രാത്രി ആളിറങ്ങുമ്പോഴത്തേക്ക് ബൈക്ക് വലിയ സ്പീഡിന് സൗണ്ട് ഉണ്ടായിക്കൊണ്ട് ബൈക്ക് പോകുന്നുണ്ട്. അതുപോലെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവന്മാരെല്ലാം കൂക്കിട്ട് അട്ടഹാസം തൊഴിലാണ് പോകുന്നത്. സ്ഥിരമായപ്പോൾ ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടെ ഇതാ എവിടെ പോകുന്നതെന്നുള്ള കാര്യം അന്വേഷിച്ച് താഴോട്ട് ചെന്നപ്പോഴത്തേക്കാണ് അന്ന് അതുപോലെ രാത്രിയായപ്പോൾ ഒരു 3 പയ്യന്മാർ വന്നു. താഴെ ചെന്നപ്പോഴത്തേക്ക് അഖിലിൻ്റെ വീട്ടിൽ വന്നാൽ മതി. എന്തിനു വന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വെറുതെ വന്നത്. ചോദിച്ചപ്പോഴത്തേക്ക് നിനക്കൂടെ എന്തോ പരിപാടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ വീട്ടിൽ നിന്ന് ഒരു വലിയ വാളുമായിട്ട് പുറത്തിറങ്ങി. ഇവിടെ നിങ്ങളെന്ത് ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഇപ്പം ഇവരുമായിട്ട് വിഷയമായി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ഇവിടുത്തെ ജനിച്ചു വളർന്ന കക്ഷിയാണെങ്കിൽ ഇവിടെ തന്നെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആൾക്കാർ വരണ്ട. പക്ഷേ എന്തുകൊണ്ടെങ്കിൽ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാര്യം എന്താണ്? സംശയം തോന്നുന്നതെന്ന് വെച്ചാൽ രാത്രി വരുന്നത് അത്രയും ആ രീതിയിലുള്ള പിള്ളേരാണ് വരുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പകൽ വരാം, പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എല്ലാ വീട്ടിലും എല്ലാവരും വരാറുണ്ട്. പക്ഷേ ഈ അസമയങ്ങളിൽ മാത്രമാണ് ഇവിടെ ആൾ വരുന്നത്. അങ്ങനെ നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത വാഹനങ്ങളിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ അഖിൽ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ഇവിടെ വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? എന്തെങ്കിലും പ്രശ്നമെന്ന് വെച്ചാൽ എങ്ങനെയാണ്? പ്രശ്നം എന്ന് വെച്ചാൽ 10 വയസ്സ് തൊട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കുട്ടിയാണ്. എൻ്റെ മോൻ്റെ പ്രായമാണ്. പക്ഷേ 4-5 പെണ്ണും കെട്ടി മക്കളും കൊണ്ട് 32 വയസ്സേ ആയോള് 10 വയസ്സ് തൊട്ട് മോഷണം, റബ്ബർ ഷീറ്റ് മോഷണം, പല വൃത്തികെട്ട കാര്യങ്ങൾ. ക്രിമിനൽ എന്ന് വെച്ചാൽ വെറും ക്രിമിനൽ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് എനിക്ക് 19-18 വയസ്സായി. ഞാൻ കൊച്ചിലെ കണ്ടു തുടങ്ങിയ കുട്ടിയാണ്. പക്ഷേ നമ്മളെ മക്കൾക്കും ഒക്കെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. ഇതേപോലെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കുട്ടിയെ നമ്മളെ ഈ ഏരിയയിലില്ല. അതുപോലെ എന്നും എൻ്റെ മുമ്പ് പരാതിയായിട്ട് അവൻ്റെ അമ്മ വരും. കാരണം വരുന്നതെന്ന് വെച്ചാൽ എന്നെ അടിച്ചു, നിങ്ങൾ ഇടപെടണം. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു അഖിലിൻ്റെ അമ്മ ദിവസം അടിയാണ്. ഇപ്പോഴേ ഇന്നലെയും പെറ്റീഷൻ കൊടുത്ത്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച സന്ധ്യ ആയപ്പോൾ ഇവള് 2 കവറുമായിട്ട് എൻ്റെ വീട്ടിൽ ഇവിടെ വന്നിരിക്കുകയാണ്. കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് എന്നെ അടിച്ച് എനിക്ക് കിടക്കാൻ വയ്യ. ഇതിന് മുമ്പ് ഒരു ദിവസം അടിച്ച് ഇവള് ഓർമ്മം കെട്ട് വീണു, ബ്ലഡെല്ലാം പോയി നോക്കുന്നു. അപ്പോൾ ആളുടെ ആരെ അറിയിക്കാതെ ഓർമ്മ കെട്ട് വീണപ്പോൾ ഇവ എടുത്ത് ഒരു ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 2 ദിവസം അവിടെ കിടന്നു. ഇവർ പറഞ്ഞ കണക്ക് തന്നെ ഒരു ദിവസം എൻ്റെ അടുത്താണ് അവർ വന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് തിരക്കിയത്. ഇത് കണക്കാണ്. അപ്പോൾ അവിടെയുള്ള ഓട്ടോക്കാർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്
ഈ സ്ത്രീ വരികയും അവരെ മർദ്ദിച്ചതായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റേഷനിൽ പോലീസുകാരെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ പോലീസുകാർ SI എന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് പോലീസ് വന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്തു. ഞാൻ അഖിലിൻ്റെ അമ്മയാണ്. എന്നെ നാളെ മൊത്തം ഉപദ്രവിപ്പാണ് എൻ്റെ വേല. എന്നെ എടുത്ത് അടിച്ച് ഉരുട്ടി ഇട്ടിട്ട് എന്നെ ആംബുലൻസ് സൗണ്ട് ഇല്ലാതെ വന്ന് വെളിയിൽ ആൾക്കാർ പറഞ്ഞാണ് അറിഞ്ഞത്. ഞാൻ ഓർമ്മയൊക്കെ വീണ് വീട്ടിൽ വന്നതിന് ശേഷം അറിയണം. ഇത് ഫോണിൽ ഇതില്ലാതെ ഫോണില്ലാതെ എന്നെ കൊണ്ടുപോയി കടുവപ്പള്ളി കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ എല്ലാം ചെയ്ത് വീട്ടിൽ വന്നിട്ട് എന്നെ വീട്ടിൽ 5ൻ്റെ ഒന്ന് കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ട് പോലും അവൻ കൊണ്ടുപോയില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് എന്നെ അടിച്ചത്. ഞാൻ ഒരിക്കലും കാര്യം ഉണ്ടാക്കില്ല. ഒരു പ്രസവിച്ച് വളർത്തിയ തള്ളേനെ പല്ല് കൊണ്ട് ക്ഷമ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ അവൻ പല പെണ്ണുങ്ങളെയും ചതിച്ചിട്ടുണ്ട്. ആ ചതുവിന് അടി കൊണ്ടത് അത്രയും ഞാനാണ് അടി കൊള്ളുന്നത്. എനിക്ക് അടി കൊള്ളാനുള്ള ആരോഗ്യമില്ല. ഇനി വല്ല പ്രശ്നം വന്നാൽ നാരൂർ സ്റ്റേഷനിൽ വിളിച്ചാൽ അവരിതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അവർ ഡീൽ ചെയ്യണം. ഇല്ലേ പിന്നെ നാട്ടുകാർ ഈ രീതിക്ക് പോവേണ്ടി വരും. കാരണം ഇവിടെയുള്ള താമസിക്കുന്ന ആൾക്കാരവർ അവർക്കൊരു ബുദ്ധിമുട്ടാണ് രീതിക്ക് നോക്കുകയാണെങ്കിൽ ഇതിനെതിരെ പോലീസ് ശക്തമായ കേസെടുക്കുകയും വേണം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ക്രിമിനലായതുകൊണ്ട്. പക്ഷേ ഇവരെ പോലെ തന്നെ ഇനി ഈ നാട്ടിലോട്ട് വെച്ച് പഠിക്കാൻ നമ്മൾ നാട്ടുകാർ തയ്യാറില്ല. ഞാൻ മുൻ മെമ്പറാണ് ഈ വാർഡിലെ. അതിനുപരിയായിട്ട് കരവാരത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ റിസോഴ്സ് സെൻ്റർ എന്ന് പറയുന്ന സംവിധാനത്തിന് ജില്ലാ മിഷൻ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ എൻ്റെ വീടിനടുത്താണ് ഈ സംഭവം. ഇവിടെ കുറേ നാളായിട്ട് പുറം നാട്ടിൽ നിന്ന് രാത്രിയാവുമ്പോൾ ഒരുപാട് ബൈക്കിലും വണ്ടിയിലുമായിട്ട് ആളുകൾ താഴേക്ക് പോവുകയും പ്രശ്നങ്ങളും ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രാത്രിയാവുമ്പോൾ. അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ എല്ലാ വിധത്തിലുള്ള മയക്കുമരുന്നുകളും അവർക്ക് ലഭ്യമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീകളെല്ലാം കൂടെ പറഞ്ഞു ഇത് പറ്റില്ല, ഇവിടുത്തെ നമ്മളെ മക്കൾ പോലും വഴിതെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇത് അവിടെ പലരും വിളിച്ച് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന്. പോലീസ് ചിലപ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് വന്നിട്ടൊക്കെ പോവും. അപ്പോൾ ഇവനെ വന്ന് കാണുമ്പോൾ തെളിവില്ലല്ലോ. അപ്പോൾ എന്താണ് അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതുവരെ അവനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഹിസ്റ്ററി പറയാനുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. ഒരുപാട് പല ഭാര്യമാർ കാലാകാലങ്ങളിലുണ്ട്. അങ്ങനെയെല്ലാം ഒരുപാട് വിഷയങ്ങളുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഈ ഏരിയയിലുള്ള പയ്യന്മാരെല്ലാം ഇവിടെ കൂടിയിരുന്നപ്പോൾ ഇതുപോലെ ആൾക്കാർ പോകാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിലെ കുട്ടികൾ അതെന്താണെന്ന് ചോദ്യം ചെയ്യുകയും അവരിങ്ങോട്ട് മോശമായി പ്രതികരിക്കുകയും അങ്ങനെ ഇവൻ്റെ അടുത്താണ് പോകണമെന്ന് അറിയുകയും അങ്ങനെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഒക്കെ ഉണ്ടായി. പക്ഷേ അത് അങ്ങനെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അപ്പം നമ്മളത് കാണുന്നില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം പറയുന്നു ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. അപ്പം നമ്മളൊരു മാസ് പെറ്റീഷൻ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതിനു മുമ്പ് തന്നെ. നമ്മൾ മാസ് പെറ്റീഷൻ തയ്യാറാക്കിയിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് പിറ്റേ ദിവസം ഈ മാസ് പെറ്റീഷൻ കൂടി ഞാനാണ് കൊണ്ടു കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം പോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ആ മാസ് പെറ്റീഷൻ അവർ അംഗീകരിച്ചു. അപ്പോഴും നമ്മൾ ഇവിടെ പ്രതികരിച്ച 2 പേരാണ് പ്രതികരിച്ചതെങ്കിലും 4 പേരുടെ പേരിൽ കേസെടുക്കുകയും അവരെ ഇന്നലെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വയ്ക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരണം. വിസ്മയ ന്യൂസ് എപ്പോഴും ഒരു വാർത്തയുടെ 2 ഭാഗങ്ങളും കേൾക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഇന്നലെ അഖിലിൻ്റെ ആ ഒരു ഫോൺ വിളി കേട്ടാണ് എത്തിയത്. അഖിലിനെ കണ്ടപ്പോൾ അവിടെ ഫാമിലിയും കൊച്ചുകുട്ടിയും നിൽക്കുന്നത് കണ്ടപ്പോൾ അഖിലിൻ്റെ ഭക്ഷണം വെച്ച വാർത്ത ചെയ്തു. എന്നാൽ ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മൾ ഇവിടെ അന്വേഷിച്ചിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ ആരും കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഇവരൊക്കെ കിട്ടിയത്. ഇവരടുത്തെത്തുകയും ഇവരുടെ ഭാഗം കൂടി ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. എന്തായാലും ഒരു വാർത്തയുടെ 2 വശങ്ങളും പ്രേക്ഷകർക്ക് മുമ്പിലായി ഞങ്ങൾ തുറന്നു വച്ചിരിക്കുകയാണ്. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപയും മൊബൈൽ ഫോണും മോഷ്ടിച്ചയാളെ കിളിമാനൂർ പോലീസ് പിടികൂടി. വാമനാപുരം ആനാകുടി പൂപ്പറം VV ഭവനിൽ ബാഹുലയിലാണ് പിടിയിലായത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപയും മൊബൈൽ ഫോണും മോഷ്ടിച്ചയാളെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വാമനപുരം ആനാക്കുടി പൂപ്പുറം VV ഭവനിൽ ബാഹുലയനാണ് പിടിയിലായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഇക്കഴിഞ്ഞ ജനുവരി 23-ന്
പഴയ കുന്നുമേൽ പോളച്ചിറ ശ്രീനിലയത്തിൽ റിട്ടയർഡ് അധ്യാപിക സുമതിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. സുമതിയുടെ വീടിന് പുറത്ത് ജോലിയിലേർപ്പെട്ടിരുന്ന സമയം മോഷ്ടാവ് പുറകുവശത്തു കൂടി വീട്ടിനുള്ളിൽ കടന്ന് അവരുടെ മൊബൈൽ ഫോണും പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടിച്ച് കടന്നുകളയുകയായിരുന്നു. മൊബൈൽ ഫോൺ കാണാതായതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് പണവും നഷ്ടമായ വിവരം അറിയുന്നത്. തുടർന്ന് സുമതിയുടെ പരാതിയിൽ കിളിമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുള്ള പ്രതിയുടെ പക്കൽ നിന്നും സുമതിയുടെ പേരിലുള്ള സിം കാർഡും കണ്ടെടുത്തിട്ടുണ്ട്. മോഷ്ടിച്ച പണം ഉപയോഗിച്ച് പ്രതി ഒരു ബൈക്ക് വാങ്ങിയതായും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കിളിമാനൂർ CI S സനൂജ്, SI വിജിത് K നായർ, ASIമാരായ ഷാജു, ഷജീം, CPOമാരായ ഷാജി, പ്രദീപ്, റിയാസ്, സോജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആറ്റിങ്ങൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിസ്മയ ന്യൂസ്, കിളിമാനൂർ. അരുവിക്കരയിൽ കർഷക സംഘം തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R രാജ്മോഹന്റെ വീടിനോട് ചേർന്ന് ആരംഭിച്ച മത്സ്യകൃഷിയുടെ 2ാം ഘട്ട വിളവെടുപ്പ് നടന്നു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി സംയോജിത മത്സ്യകൃഷി ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി സംയോജിത മത്സ്യകൃഷിയിൽ ഉൾപ്പെടുത്തി അരുവിക്കരയിൽ കർഷക സംഘം തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R രാജ്മോഹന്റെ വീടിനോട് ചേർന്ന് ആരംഭിച്ച മത്സ്യകൃഷിയുടെ 2ാം ഘട്ട വിളവെടുപ്പ് നടന്നു. വീടിനോട് ചേർന്ന് പ്രത്യേകം സജ്ജീകരിച്ച കുളത്തിലാണ് കൃഷി ഇറക്കിയത്. തിലോപ്പി മത്സ്യമാണ് കൃഷി ചെയ്തത്. 900 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിത്തിനായി നിക്ഷേപിച്ചത്. വർഷത്തിൽ 4 പ്രാവശ്യം വിളവെടുക്കാമെന്നും കൃഷി ലാഭമാണെന്നും അടുത്ത പ്രാവശ്യം വനാമി ചെമ്മീൻ കൃഷി ചെയ്യുമെന്നും R രാജ്മോഹൻ പറഞ്ഞു. അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ 100ഓളം പേർ മത്സ്യകൃഷി ചെയ്യുന്നുണ്ടെന്നും മത്സ്യകൃഷിയിൽ ജില്ലയിലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന പഞ്ചായത്താണ് അരുവിക്കര ഗ്രാമപഞ്ചായത്തെന്നും മത്സ്യവിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് M വിജയകുമാർ പറഞ്ഞു. കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത നേടുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. ഈ കോവിഡിൻ്റെയൊക്കെ കാലത്ത് വലിയ വെല്ലുവിളിയെ നമ്മൾ നേരിട്ടപ്പോൾ നാം മികച്ച പ്രവർത്തനവും നേട്ടങ്ങളും ഉണ്ടാക്കിയത് കാർഷിക മേഖലയിലാണ്. അതിൽ മുഖ്യമായ പങ്ക് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ട് സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ കേരള കർഷക സംഘമാണ് അതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ടുള്ള കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങളാണ്. കൃഷിയെ തന്നെ ഒരു സമഗ്രമായ തലത്തിൽ കണ്ടുകൊണ്ട് സംയോജിത കൃഷി ആവിഷ്കരിച്ചാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാർഷിക രംഗത്ത് ഇത് നടക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ വർഷങ്ങളിൽ അതിൽ നിന്ന് കിട്ടിയ പ്രതിഫലം വളരെ വലുതാണ്. പച്ചക്കറിയുടെ രംഗത്ത് സ്വയം പര്യാപ്തത മാത്രമല്ല അത് മിച്ചമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംയോജിത കൃഷി എന്ന നിലയിലാണ് മറ്റ് എല്ലാ മേഖലകളിലേക്കും വിവിധങ്ങളായിട്ടുള്ള മേഖലകളുണ്ട്. അതിലൊന്നാണ് മത്സ്യകൃഷി. മത്സ്യകൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാർഷിക രംഗത്ത് ഏറ്റവും ലാഭകരമായി നടത്താൻ കഴിയുന്ന ഒരു കാർഷിക പ്രവൃത്തിയാണ് മത്സ്യകൃഷി. അരുവിക്കര MLA G സ്റ്റീഫൻ, CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാർ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് VS പത്മകുമാർ, ജില്ലാ സെക്രട്ടറി KC വിക്രമൻ, അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കളത്തറ മധു, വൈസ് പ്രസിഡന്റ് മറിയക്കുട്ടി, കർഷക സംഘം നേതാക്കളായ വെള്ളനാട് M രാജേന്ദ്രൻ, സുകുമാരൻ, VR ഹരിലാൽ, AM ഇല്ലിയാസ്, ഫിഷറീസ് വകുപ്പ് പ്രോജക്ട് കോർഡിനേറ്റർ G വീണ അയ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, നെടുമങ്ങാട്. ഇടവേളയിലേക്ക്. തിരികെ വാർത്തകളിലേക്ക്. നെടുമങ്ങാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മാർക്കറ്റിൽ 7 മാസമായി കർഷകർ നൽകുന്ന കാർഷിക വിളകൾക്ക് ഹോർട്ടികോർപ്പിൽ നിന്ന് തുക നൽകുന്നില്ല എന്നതിനെ തുടർന്നായിരുന്നു ധർണ. നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 7 മാസമായി കർഷകർ നൽകുന്ന കാർഷിക വിളകൾക്ക് ഹോർട്ടികോർപ്പിൽ നിന്ന് തുക നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ
നെടുമങ്ങാട് കാർഷിക മൊത്ത വ്യാപാര വിപണിയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ലേലത്തിനായി കൊണ്ടുവരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹോർട്ടികോർപ്പാണ്. എന്നാൽ യഥാസമയം വില നൽകുന്നതിൽ ഹോർട്ടികോർപ്പ് തുടർച്ചയായി വീഴ്ച വരുത്തുന്നു എന്നാരോപിച്ചായിരുന്നു സമരം. 7 മാസമായി കർഷകർക്ക് പണം കിട്ടുന്നില്ല എന്നും 2 കോടിയോളം രൂപയാണ് കർഷകർക്ക് കിട്ടാനുള്ളതെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ധർണ KPCC നിർവാഹക സമിതി അംഗം ആനാട് ജയൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ പച്ചക്കറി കൃഷി നടത്തുന്ന 2 പ്രധാനപ്പെട്ട താലൂക്കുകളെന്ന് പറയുന്നത് ഒന്ന് നെടുമങ്ങാടും കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും അടക്കുന്ന താലൂക്കുകളാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ്, പച്ചക്കറിയാണ്. തലസ്ഥാന നഗരിയിലായിരുന്നാലും മറ്റ് ജില്ലകളിലായിരുന്നാലും ഹോർട്ടികോർപ്പ് ഏറ്റെടുത്ത് അത് വിൽപ്പന നടത്തുന്നു. ഇവിടെ കർഷകൻ കൃഷി ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് പോലും അവൻ കൊടുത്ത പച്ചക്കറിയുടെ വില കൊടുക്കാത്ത ഒരു ഭരണകൂടമാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്നും കുടിശ്ശിക തുക ഉടൻ നൽകാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നേതാക്കളായ SA റഹീം, T അർജുനൻ, അഡ്വക്കേറ്റ് ബാജി, നെടിച്ചിറ ജയൻ, കരിപ്പൂർ ഷിബു, പുലിപ്പാറ കണ്ണൻ എന്നിവർ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, നെടുമങ്ങാട്. CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വട്ടപ്പാറ വേങ്ങോട് SUT ആശുപത്രിക്ക് മുന്നിൽ മാർച്ച് സംഘടിപ്പിച്ചു. അമ്മാവൻപാറ പുറമ്പോക്ക് ഭൂമി കൈയേറ്റം ചെറുക്കുക, അനധികൃത മരം മുറിക്കൽ അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. അമ്മാവൻപാറ പുറമ്പോക്ക് ഭൂമി കൈയേറ്റം ചെറുക്കുക, അനധികൃത മരംമുറി അന്വേഷണം നടത്തുക, കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വട്ടപ്പാറ വേങ്കോട് SUT ആശുപത്രിക്ക് മുന്നിൽ മാർച്ച് സംഘടിപ്പിച്ചത്. പാറയുണ്ടായാൽ പാറത്തരിശുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വാർമത് സൂചിപ്പിച്ചു. ആ നിലയിൽ നിയമപരമായി അവർക്ക് അവകാശപ്പെട്ടതൊക്കെ എടുക്കാം. പക്ഷേ റവന്യൂ ഭൂമി പാറ സംരക്ഷിക്കും എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതാണ് എനിക്ക് വളരെ ചുരുക്കമെന്ന ചരിത്രം എന്ന നിലയിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നെടുമങ്ങാട് നഗരസഭയിലെ ചിറകാണി വാർഡിൽ ഉൾപ്പെട്ട വേങ്ങോട് പ്രദേശത്താണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അമ്മാവൻപാറ സ്ഥിതി ചെയ്യുന്നത്. റവന്യൂ വകുപ്പിന് കീഴിൽ വരുന്ന സ്ഥലം റവന്യൂ അധികാരികളുടെ ഒത്താശയോടെ കയ്യേറിയതായാണ് ആരോപണം. തെറ്റായ ഒരു നടപടിക്കും പാർട്ടി കൂട്ടി നിൽക്കുന്നതല്ല. പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരോ മുനിസിപ്പാലിറ്റിയോ അതിന് അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല. ഈ പാറയും ഈ അമ്മാൻപാറയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏകദേശം 15ഓളം ഏക്കർ വരുന്ന തരിശു ഭൂമിയും നമ്മുടെ നാടിന്റെ പൊതു സ്വത്തായി തന്നെ അവശേഷിക്കേണ്ടതാണ്. ഈ പാറകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ നമുക്ക് സുഖമായി വസിക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഭൗമശാസ്ത്രപരമായ പ്രാധാന്യം നമ്മളാരും അറിയുന്നില്ല. അതുകൊണ്ടാണ് മണ്ണൊലിപ്പ് ഉണ്ടാവാതിരിക്കുന്നത്. വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് സുഖമായി താമസിക്കുന്നതിനുള്ള സൗകര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗം ഇത്തരം ഗ്രാനൈറ്റ് കൂട്ടങ്ങൾ അവിടെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് വലിയ തോതിൽ ചൂഷണം ചെയ്യുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. പുറമ്പോക്ക് ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടത്തുവാൻ സർക്കാരിന് പരാതി നൽകിയതായും ആശുപത്രി അനധികൃത കെട്ടിട നിർമ്മാണം നടത്തിയതിന് നഗരസഭ ലൈസൻസ് നൽകിയിരുന്നില്ല എന്നും ധർണ ഉദ്ഘാടനം ചെയ്ത് CPM നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് R ജയദേവൻ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നെടുമങ്ങാട് നഗരസഭ അനധികൃതമായി കയ്യേറിയ സ്ഥലത്ത് പ്രവർത്തനം നിർത്തിവെക്കുവാൻ നോട്ടീസ് നൽകി. ഒരു കാര്യത്തിനും ഒരു വിലയും കൽപ്പിക്കാതെയാണ് അവർ ഇന്ന് ഈ നടപടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അതിനെതിരെ നഗരസഭ ശക്തമായ നടപടിയെടുക്കും. ഇനിയും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുമതി കൊടുക്കുന്നതല്ല. കൊടുത്താൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അത് ചെറുക്കുക തന്നെ ചെയ്യും എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം SS ബിജു അധ്യക്ഷനായ ധർണയിൽ പൂവത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R മധു സ്വാഗതം പറയുകയും വാർഡ് കൗൺസിലർ അഖിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം P ഹരികേശൻ നായർ, നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ, B സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിസ്മയ ന്യൂസ്, നെടുമങ്ങാട്. വെഞ്ഞാറമൂട് UPSൽ നന്മ വിളയിക്കാം എന്ന ആശയവുമായി ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വാമനാപുരം MLA TK മുരളി ഉദ്ഘാടനം ചെയ്തു.
വെഞ്ഞാറമൂട് UPSൽ നന്മ വിളയിക്കാമെന്ന ആശയവുമായി ജൈവ പച്ചക്കറി കൃഷിക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും തുടക്കം കുറിച്ചു. നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡീന രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാമനപുരത്തിന്റെ MLA TK മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നിങ്ങൾ ഈ കൃഷിയിലൂടെ അതെല്ലാം കൂടി പഠിക്കുകയാണ് അറിയാതെ. ഇത് കൃഷി നട്ടിട്ട് പോയാൽ പോരാ, ഇതിന് വെള്ളമെല്ലാം ഒഴിച്ച് പരിപാലിച്ച് കൊണ്ടുവരാനുള്ള ചുമതല നമ്മളെ കൂട്ടുകാരും അധ്യാപകരും എല്ലാം കൂടി സംയുക്തമായിട്ട് ഏറ്റെടുക്കണം. നമ്മുടെ വെഞ്ഞാറമൂട് UPSന്റെ അഭിവൃദ്ധി അനുവർഷം വർദ്ധിച്ചു വരികയാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്ന സ്കൂളാണ്. സ്ഥലപരിമിതിയുണ്ട്. നമ്മൾ പുതിയ കെട്ടിടമെല്ലാം വരുമ്പോൾ അതിന് കുറച്ചൊക്കെ പരിഹാരം കാണാൻ നമുക്കാകും. ഇത് തൊട്ടടുത്ത ഒരു പുരയിടം നമുക്ക് സൗജന്യമായി കൃഷിക്ക് വേണ്ടി വിട്ടുതന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് നന്നായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്കതിൽ നേട്ടങ്ങൾ ഉണ്ടാകുക. അതിനുവേണ്ടി എല്ലാവരും ഉത്സാഹത്തോടു കൂടി ഈ പ്രവൃത്തിയിൽ ഏർപ്പെടണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച സ്കൂൾ അധികൃതരെ അതിന് നേതൃത്വം കൊടുക്കുന്ന HMനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇതിനെ സഹകരിക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ എല്ലാ സഹായവും ഉണ്ടാവും. ജൈവ പച്ചക്കറി കൃഷി ഇന്ന് കാർഷിക മേഖലയിൽ ഒരു അപരിചിത പദമല്ല. പ്രകൃതിയോട് സമരസപ്പെട്ടുകൊണ്ടുള്ള കൃഷി സമ്പ്രദായം ആണിത്. അതീവ ഹാനികരങ്ങളായ രാസവസ്തുക്കളുടെയും രാസവളങ്ങളുടെയും ഉപയോഗം ഇത്തരം കൃഷിരീതികളിൽ പാടെ വർജിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാഴ്ചപ്പാട് വളർത്തിയെടുക്കേണ്ടത് കുട്ടികളിലൂടെയാകണം എന്ന ആശയത്തിനാണ് വെഞ്ഞാറമൂട് UP സ്കൂളിൽ ഇന്ന് തുടക്കം കുറിച്ചത്. കുറച്ചുകാലങ്ങൾ കൂടി കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ യന്ത്രങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് കാഴ്ചപ്പാടും മാറി എന്താകണമെന്ന് ചോദിച്ചാൽ എനിക്കൊരു നല്ല കൃഷിക്കാരൻ ആകണമെന്ന് പറയുന്നവർ വിരളമായി. പാഠ്യവിഷയങ്ങളോട് ഒപ്പം തന്നെ കൃഷിയും ഒരു പഠന വിഷയമാക്കി മാറ്റേണ്ടതിന്റെ ആവശ്യകത ഏറി വരികയാണ്. സ്കൂളിൽ നിന്നും പഠിച്ച് നല്ല കർഷകരായി പിന്നെ വീടുകളിലേക്ക്. ഇന്ന് വിദ്യാർത്ഥികൾ എന്ത് പഠിക്കുന്നുവോ നാളെ അവർ പ്രാവർത്തികമാക്കും. ഒരു സ്കൂൾ എന്ന നിലയിൽ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് വെഞ്ഞാറമൂട് UP സ്കൂൾ നടപ്പിലാക്കി വരുന്നത്. സാമൂഹ്യ പ്രശ്നങ്ങളെ ആസ്പദമാക്കി പെൺകുട്ടികൾക്കായി ഡോക്ടറോട് സംസാരിക്കാം എന്ന കരുതൽ പദ്ധതി, പോക്സോ നിയമങ്ങൾ വക്കീലിനോട് സംസാരിക്കാം, മനഃശാസ്ത്രജ്ഞനോട് സംവദിക്കാം, ലഹരി എന്ന കൊലയാളി, മാസത്തിൽ ഓരോ ആഴ്ചയിലും ഓരോ വിഷയങ്ങൾ എന്ന നിലയിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പദ്ധതി വിശദീകരണം സ്കൂൾ പ്രിൻസിപ്പൽ മെഹബൂബ് സംസാരിച്ചു. ആശംസകൾ അറിയിച്ചുകൊണ്ട് വാമനപുരം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജീന, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ജേക്കബ് റോയ്, കൃഷി ഓഫീസർ സുമാറോ സുന്ദരൻ, മാതൃകാ കർഷകൻ ശ്രീകുമാർ, കൃഷിഭൂമി വിട്ടു നൽകാൻ മനസ്സു കാണിച്ച അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ഷിഹാസ് വെഞ്ഞാറമൂട് സ്വാഗതം ആശംസിച്ച ചടങ്ങിന് അധ്യാപിക സ്വപ്ന നന്ദി ആശംസിച്ചു. വിസ്മയ ന്യൂസ് വെഞ്ഞാറമൂട്. സ്വയംവര സിൽക്സിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് ആംബുലൻസ് കൈമാറി. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. സ്വയംവര സിൽക്സിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് കൈമാറിയ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ആംബുലൻസ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്ത് ആറ്റിങ്ങൽ MLA OS അംബിക ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷം കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2011 സ്വയംവര ഒരു ആംബുലൻസ് നൽകിയത്. ഇപ്പോൾ 2021 ആയപ്പോൾ വീണ്ടും ആ സ്വയംവരയുടെ സംഘാടകർ ഈ നഗരസഭയ്ക്ക് വീണ്ടും ഒരു ആംബുലൻസ് നൽകി. നമുക്കറിയാം, നഗരസഭയുടെ പ്രവർത്തനം കഴിഞ്ഞ 9ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഈ 13ാം പഞ്ചവത്സര പദ്ധതി വരെ ദേശീയ തലത്തിൽ ഒട്ടേറെ നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു നഗരസഭയാണ് ജില്ലയിൽ ആറ്റിങ്ങൽ നഗരസഭ, സംസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ആറ്റിങ്ങൽ നഗരസഭ. നഗരസഭാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S കുമാരി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ G തുളസീധരൻ പിള്ള, സെക്രട്ടറി S വിശ്വനാഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അവനവഞ്ചേരി രാജു, A നജാം, ഗിരിജ ടീച്ചർ, നിതിൻ രമ്യ സുധീർ, ഹെൽത്ത് സൂപ്പർവൈസർ B അജയകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ SS മനോജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി പൂജ ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വയംവര സിൽക്സ് നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് 17 ലക്ഷം രൂപ വിലയുള്ള ആംബുലൻസ് സൗജന്യമായി നഗരസഭയ്ക്ക് നൽകിയത്. 2011 സമാനമായ മറ്റൊരു ആംബുലൻസ് നൽകിയിരുന്നു. ഈ വാഹനത്തിന്റെ സേവനം പട്ടണത്തിലെ സാധുക്കളായ നിരവധി പേർക്ക് പ്രയോജനം കണ്ടിരുന്നു. നഗരപരിധിയിലെ അർബുദ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും പാലിയേറ്റീവ് ശുശ്രൂഷ വേണ്ടവർക്കുമൊക്കെ സൗജന്യയാത്ര ലഭ്യമാക്കാൻ കഴിയുന്നു.
കോവിഡ് മഹാമാരിയുടെ 3ാം തരംഗ കാലയളവിലും സൗജന്യമായി രോഗികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുവാനും കോവിഡ് പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രികളിൽ കൊണ്ടെത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ആംബുലൻസിൽ നിർധന കുടുംബത്തിൽപ്പെട്ടവരുടെ മൃതശരീരം സൗജന്യമായി സംസ്കാരത്തിനെത്തിക്കാനും മറ്റ് അത്യാഹിത സർവീസുകൾക്ക് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുന്നു. നിലവിൽ ഉപയോഗത്തിലുള്ള വാഹനം 10 കിലോമീറ്റർ ചുറ്റളവിൽ യാത്ര ചെയ്യാൻ 300 രൂപയും അധികം വരുന്ന ഓരോ കിലോമീറ്ററിന് 10 രൂപയും സർവീസ് ചാർജായി 250 രൂപ എന്ന നിരക്കിലുമാണ് ആവശ്യക്കാരിൽ നിന്നും ഈടാക്കുന്നത്. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ. ഒരിടവേള കൂടി. തിരികെ വാർത്തകളിലേക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നാസറുദ്ദീന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി നാസറുദ്ദീന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം എം പി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുവാൻ പ്രിയപ്പെട്ട ശ്രീ നസറുദ്ദീന് കഴിഞ്ഞു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനം ഉണ്ടാക്കുന്ന തരത്തിൽ പല തീരുമാനങ്ങൾ കാലാകാലങ്ങളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളെ കൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ എടുപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. MLA OS അംബിക, മുനിസിപ്പൽ ചെയർപേഴ്സൺ S കുമാരി, വർക്കല കഹാർ താലൂക്ക് യൂണിറ്റ് പ്രസിഡന്റ് ജോഷി ബസു, ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് ഇക്ബാൽ പൂജ, സെക്രട്ടറി കണ്ണൻ ചന്ദ്രപ്രസ്, ട്രഷറർ അനിൽകുമാർ, യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ. 20 വർഷത്തെ പ്രവൃത്തി പരിചയവുമായി ഡെയ്സ് മുഖംമിനുക്കി അരങ്ങത്തേക്ക്. പൂർണ്ണമായും യൂത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പാരിപ്പള്ളിയിൽ ഡെയ്സ് ഫാഷൻ ഹബ്ബ് പുതിയ മുഖവുമായി എത്തിയിരിക്കുന്നത്. നമസ്കാരം. കൊറോണ കാലമാണ്. കൊറോണ കാലം ആയതുകൊണ്ട് തന്നെയാണ് പലർക്കും ഈ പറയുമ്പോൾ പഴയതുപോലെയൊക്കെ ഒരു ഷോപ്പിംഗ് അതുപോലെ പർച്ചേസിങ്ങിനൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നേരിടാറുണ്ട്. എങ്കിൽ പോലും ഒരിക്കലും മലയാളികളൊന്നും ഫാഷൻ ട്രെൻഡ് പിറകെ പോകുന്ന സ്വഭാവമൊന്നും മാറ്റില്ല. ഇപ്പോഴും ഫാഷൻ തരംഗങ്ങൾ എപ്പോഴും കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കൊല്ലത്താണ്. കൊല്ലം പാരിപ്പള്ളിയിലാണ്. ഇവിടെ 20 വർഷമായി പ്രവർത്തിച്ചു പോകുന്ന ഒരു കട ഡെയ്സ് ഫാഷൻ ഹബ് എന്ന ഷോപ്പ് റിനോവേഷൻ ചെയ്തിരിക്കുകയാണ്. പുതിയ മുഖച്ഛായയുമായി അത് വീണ്ടും തുറന്നിരിക്കുകയാണ്. പാരിപ്പള്ളി കേന്ദ്രീകരിച്ച് ഡെയ്സ് ഫാഷൻ ഹബ്ബ് എന്ന പേരിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു സ്ഥാപനം തന്നെ ഇന്ന് കുറെ കൂടി ആധുനികവൽക്കരിച്ച് ഏറ്റവും മുന്തിയ വസ്ത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു ഷോപ്പ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തോടും
വസ്ത്രങ്ങളോടുമുള്ള കമ്പം വളരെ വലുതാണ്. ഏറ്റവും കൂടുതൽ നല്ല വസ്ത്രങ്ങൾ, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് മലയാളികളാണ്. സ്വാഭാവികമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കമ്പനി ഡ്രസ്സുകളടക്കം കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് മാറുകയാണ്. നിശ്ചയമായും പാരിപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെയുള്ള ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് ഈ സ്ഥാപനത്തിലൂടെ വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിന് എല്ലാവിധ പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏകദേശം 20 വർഷമായി പാരിപ്പള്ളി ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം ഇപ്പോൾ വീണ്ടും മുഖം മിനുക്കിക്കൊണ്ട് യൂത്തിന് അനുയോജ്യമായ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളുമായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഇവിടെയുള്ള എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് നമ്മുടെ സ്റ്റാഫിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ പേരെന്താണ്? അമീൻ. എന്തൊക്കെയാണ് ഇവിടെ ഫെസിലിറ്റീസ് ഇപ്പോൾ ഉള്ളത്? ഫെസിലിറ്റീസ് നമ്മളിപ്പം ലേഡീസിനും ജെൻസിനുമായിട്ട് പുത്തൻ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ബ്രാൻഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ? ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിൽ എല്ലാ പ്രധാന ബ്രാൻഡുകളും ഉണ്ട്. DH, അതിനൊക്കെ ഫിലിപ്പ്, സിഗ്നൽസ്, ഡി ഫ്രാൻസ്, അങ്ങനെ അതുപോലുള്ള എല്ലാ പ്രമുഖ ബ്രാൻഡുകളും നമ്മുടെ പ്രധാനമായിട്ടും മിഡിൽ ഫാമിലീസിനെ ഉദ്ദേശിച്ചുള്ള ഒരു സംരംഭമാണ്. യൂത്തിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഏതായാലും യൂത്തിനെയാണ് പ്രധാനമായിട്ടും ഡേയ്സ് ഫാഷൻ ഹബ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അനുയോജ്യമായ വസ്ത്രങ്ങളും ബാക്കി ആക്സസറീസും ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വർക്കലയുടെ പ്രിയപ്പെട്ട MLA ആയ ജോയി സാറാണ് ഇതിൻ്റെ റിനോവേഷൻ്റെ ഇനാഗുറേഷൻ ഇപ്പോൾ നിർവഹിച്ചത്. ഏതായാലും പാരിപ്പള്ളിയുടെ ഫാഷൻ സ്വപ്നങ്ങൾക്ക് പുത്തൻ ചിറകുകൾ വിരിക്കും ഡേയ്സ് ഫാഷൻ ഹബ് എന്നതിൽ സംശയമില്ല. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്. ചിത്രകഥാപാത്രങ്ങൾ ആതിഥേയമരുളി മടവൂർ ഗവൺമെന്റ് LPSലെ പ്രീ പ്രൈമറി പ്രവേശനോത്സവം. കിരീടമണിഞ്ഞും സമ്മാനപ്പൊതികൾ ഏറ്റുവാങ്ങിയും മധുരം നുണഞ്ഞും സ്കൂളിലേക്കുള്ള ആദ്യ ദിനം വേറിട്ട അനുഭവമായതിന്റെ ആവേശത്തിലാണ് രക്ഷിതാക്കളും കുട്ടികളും. ചിത്രകഥകളിലൂടെ പരിചിതമായ കഥാപാത്രങ്ങൾ ആതിഥ്യമരുളിയപ്പോൾ മടവൂർ ഗവ LPSലെ പ്രീ പ്രൈമറി പ്രവേശനോത്സവം കളിയാട്ടം പുതുദൃശ്യാനുഭവങ്ങളുടെ വേദിയായി. ചിത്രകഥയിലെ കഥാപാത്രങ്ങളായ ലുട്ടാപ്പിയും ഡാഗിനിയും കുട്ടൂസനുമൊക്കെ തൊട്ടരികിലെത്തിയപ്പോൾ കരച്ചിലും പരിഭവങ്ങളും പിണക്കങ്ങളുമൊന്നുമില്ലാതെ സ്കൂളിലേക്കുള്ള ആദ്യ വരവ് ഹൃദ്യമായി. കിരീടമണിഞ്ഞും സമ്മാനപ്പൊതികൾ ഏറ്റുവാങ്ങിയും മധുരം നുണഞ്ഞും സ്കൂളിലേക്കുള്ള ആദ്യ ദിനം വേറിട്ട അനുഭവമായതിന്റെ ആവേശത്തിലാണ് രക്ഷിതാക്കളും കുട്ടികളും. കഥകൾ പറഞ്ഞും പാട്ടുപാടിയും കുസൃതി കുറുമ്പുകളുമായി എത്തിയ കുട്ടിക്കൂട്ടങ്ങളുടെ പ്രവേശനോത്സവം മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപകൻ A. ഇക്ബാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചന്ദ്രലേഖ, PTA പ്രസിഡന്റ് ബിനുകുമാർ, സ്റ്റാഫ് സെക്രട്ടറി റാഫി AM, ബിന്ദു ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. വിസ്മയാനുസ്, വർക്കല. ആറ്റിങ്ങലിൽ കിടപ്പുരോഗിയായ മകനെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ആറ്റിങ്ങൽ കൊടുമൺ മേൽക്കോണത്ത് വിളയിൽ വീട്ടിൽ ചന്ദ്രശേഖരൻ നായരാണ് മകൻ അജിത്ത് എന്ന ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. ആറ്റിങ്ങലിൽ കിടപ്പുരോഗിയായ മകനെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു. ആറ്റിങ്ങൽ കൊടുമൺ മേൽക്കോണത്ത് വിളയിൽ വീട്ടിൽ ചന്ദ്രശേഖരൻ നായരാണ് മകൻ അജിത്ത് എന്ന ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് സംഭവം നടന്നത്. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ചന്ദ്രശേഖരൻ നായരുടെ കുടുംബം ആറ്റിങ്ങലിനടുത്താണ് താമസിച്ചു വരുന്നത്. ജന്മന ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പുരോഗിയായ മകന്റെ കാര്യങ്ങൾ നോക്കുന്നത് ചന്ദ്രശേഖരൻ നായരായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ചന്ദ്രശേഖരൻ നായർ കോവിഡ് ബാധിതനായതോടെ ശാരീരികാസ്വാസ്ഥ്യം മൂലം തീരെ അവശനായിരുന്നു. ചന്ദ്രശേഖരൻ നായരും കിടപ്പുരോഗിയായ മകനും ഒരു മുറിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇന്ന് പുലർച്ചെ ചന്ദ്രശേഖരൻ നായരെ കാണാതായതോടെ ഭാര്യ അന്വേഷിക്കുന്നതിനിടയിലാണ് തൊട്ടടുത്ത കെട്ടിടത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കാണുന്നത്. ഭാര്യയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പരിസരവാസികളാണ് കിടപ്പുരോഗിയായ മകനെയും മരിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് ആറ്റിങ്ങൽ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പുകൾ നടത്തി. മകനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ചന്ദ്രശേഖരൻ നായർ ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.
നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ ഗോപാലകൃഷ്ണന്റെ 19ാം ചരമദിനത്തിൽ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിന്റെ കുട്ടികളുടെ കേളികൊട്ടെന്ന കലാസാംസ്കാരിക സംഘടനയുടെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ കവിസദസ്സ് സംഘടിപ്പിച്ചു. ചടങ്ങ് നെടുമൺകാവ് R. സജീവ് ഉദ്ഘാടനം ചെയ്തു. നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ ഗോപാലകൃഷ്ണന്റെ 19ാം ചരമദിനത്തിൽ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിന്റെയും കുട്ടികളുടെ കേളികൊട്ട് എന്ന സാംസ്കാരിക സംഘടനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കവിസദസ്സ് സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തക കൃഷ്ണഗോപാലന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് നെടുമൺകാവ് R. സജീവ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത കവികളായ രാമാനുജൻ തമ്പി, ഏഴുകോൺ സന്തോഷ്, സുരേഷ് സിദ്ധാർത്ഥ, കുമാരി അപർണാരാജ്, വിശ്വൻ കുടിക്കോട് എന്നിവർ കവിതകൾ ആലപിച്ചു. ഗാന്ധിഭവൻ സ്നേഹാലയം PRO ഷിബു റാവുത്തർ സ്വാഗതവും സെക്രട്ടറി അനിൽകുമാർ നന്ദിയും പറഞ്ഞു. മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിന്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി ഇന്നലെ രാത്രി ഞാനൊരു പൂവിന്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി. സ്റ്റാഫ് നഴ്സ് ജ്യോതി, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ മറ്റ് പ്രമുഖരും പങ്കെടുത്തു. വിസ്മയാനുസ്, കൊല്ലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൈരളി ജ്വല്ലേഴ്സ്, അൺബിലീവബിൾ ചോയ്സസ്, വർക്കല, കല്ലമ്പലം, പേരൂർക്കട. ഭക്തി നിർഭരമായി അനന്തപുരി. ആറ്റുകാലമ്മയ്ക്ക് വീടുകളിൽ പൊങ്കാലയർപ്പിച്ച് ലക്ഷോപലക്ഷം ഭക്തർ. പൊങ്കാല വീടുകളിൽ മാത്രമായി ഒതുങ്ങുന്നത് ഇത് 2ാം വർഷം. ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ധനുവച്ചപുരത്ത് വീണ്ടും വീടുകയറി ആക്രമണം. സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയോടെ. ധനുവച്ചപുരം പ്രദേശങ്ങളിൽ വീടുകയറിയുള്ള ആക്രമണം തുടർക്കഥയാകുന്നു. പൊതുജനരോക്ഷം ശക്തം. നഗരൂർ പോലീസ് സ്റ്റേഷനിൽ നാടകീയ സംഭവങ്ങൾ. വീടുകയറി യുവാക്കൾ ആക്രമിച്ചു എന്ന പരാതിയുമായി എത്തിയ അഖിൽ എന്ന ചെറുപ്പക്കാരനെതിരെ നാട്ടുകാരുടെ മാസ് പെറ്റീഷൻ. പരാതിക്കാരനെ തേടി നഗരൂർ പോലീസ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ നിന്നും മോഷണം. പ്രതി പോലീസ് പിടിയിൽ. മോഷണം പോയത് 1 ലക്ഷം രൂപയും മൊബൈൽ ഫോണും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.